നമസ്കാരം ഡോക്ടർ. നമ്മൾ യൂറിൻ ഇൻഫെക്ഷനെ കുറിച്ച് പലപ്പോഴായി സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടയാളങ്ങളെക്കുറിച്ചാണ് ഒന്ന് സ്പെസിഫൈ ചെയ്ത് പറയാനാണ് ഈ ഒരു ചോദ്യകർത്താവ് ആവശ്യപ്പെടുന്നത്. യൂറിൻ ഇൻഫെക്ഷൻ വരുമ്പോൾ എന്തൊക്കെ അടയാളങ്ങൾ ഉണ്ടാകും, അതൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് അറിയേണ്ടത്. എന്താണ് ഡോക്ടർ പറഞ്ഞു കൊടുക്കുക? യൂറിനറി ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് എനിക്കൊന്ന് ജീവിതത്തിൽ എല്ലാ ആൾക്കാർക്കും ഒരു പ്രാവശ്യമെങ്കിലും വന്നിട്ടുണ്ടാകും. അത് അത്രയും കോമൺ ആണ് ഈ യൂറിനറി ഇൻഫെക്ഷൻ. പക്ഷേ ഇൻഫെക്ഷൻ്റെ ലക്ഷണങ്ങൾ ഇപ്പോൾ ചോദിച്ചതുപോലെ ലക്ഷണങ്ങൾ പല രീതിയിൽ ഇത് നമുക്ക് പ്രസൻറ്റ് ചെയ്യാം. ചിലപ്പോൾ ചെറിയ തുടക്കത്തിലുള്ള ലക്ഷണങ്ങൾ നമ്മളങ്ങ് നെഗ്ലക്റ്റ് ചെയ്യുകയാണെങ്കിൽ പിന്നെ അതിനെക്കാട്ടിൽ കൂടിയൊരു സിംറ്റം ആയിരിക്കും പിന്നെ വരുന്നത്. സാധാരണ രീതിയിൽ ഒരു വെരി എയർലി ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് ചിലപ്പോൾ മൂത്രം ഒഴിക്കുമ്പോഴത്തേക്ക് ഒരു പുകച്ചിൽ, ഒരു ബേണിങ്, അല്ലെങ്കിൽ മൂത്ര ചുടിച്ചിൽ എന്നൊക്കെ പറഞ്ഞ് വരാം. അത് വന്നു കഴിഞ്ഞാൽ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് ചിലപ്പോൾ മൂത്രം ഒഴിക്കുമ്പോൾ വേദന ഉണ്ടാകാം, അല്ലെങ്കിൽ കൂടെ മൂത്രം ഒഴിക്കണം എന്നുള്ള തോന്നൽ വരും. അപ്പോഴത്തേക്ക് അല്ലെങ്കിൽ കുറച്ചുകൂടെ അതിൻ്റെ ഒരു അടുത്ത സ്റ്റേജ് കൂടെ കഴിയുമ്പോഴത്തേക്ക് മൂത്രം ഒഴിക്കണം തോന്നും, പിടിച്ചാൽ നിൽക്കത്തില്ല, ചിലപ്പോൾ ടോയ്ലറ്റ് ചെല്ലുന്നതിന് മുമ്പ് മൂത്രം പോകാൻ തുടങ്ങും. ഇതെല്ലാം യൂറിനറി ഇൻഫെക്ഷൻ്റെ പല ലക്ഷണങ്ങളാണ്. ഇത് സാധാരണ എയർലി ലക്ഷണങ്ങളാണ്. ചില ആൾക്കാർക്ക് ഇതിൻ്റെ കൂടെ ചെറിയൊരു പനി ഉണ്ടായിരുന്നിരിക്കും. ഇത് ആദ്യത്തെ ലക്ഷണങ്ങൾ നമ്മൾ നെഗ്ലക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വരുന്ന ഒരു പനി പോലെ വരും. ഈ പനി രണ്ട് രീതിയിലുണ്ട്. ഈ ബ്ലാഡറിന് മാത്രമേ ഉള്ള ഇൻഫെക്ഷൻ, പ്രോസ്റ്റേറ്റ് അല്ലെങ്കിൽ യൂറിത്ര, ബ്ലാഡറിലുള്ള ഇൻഫെക്ഷൻ ആണെങ്കിൽ ഇതൊരു ചെറിയ പനിയായിട്ടങ്ങ് വന്നിട്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ പനി പോലും വേണമെന്നില്ല, ഒരു മൂത്രച്ചുടിച്ചിലായിട്ട് വന്നങ്ങ് മാറും. എന്നാൽ ഇത് നമ്മൾ ട്രീറ്റ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ഈ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യും കിഡ്നീൻ്റെ അവിടോട്ട്. അതായത് ഈ കിഡ്നിയുടെ ട്യൂബിൽ കൂടെ ചിലപ്പോൾ കിഡ്നിയിൽ വരും. അതിന് ഈ പൈലോനെഫ്രൈറ്റിസ് എന്നൊക്കെ പറയും. അപ്പോഴത്തേക്ക് വരുന്ന ലക്ഷണം എന്ന് പറഞ്ഞാൽ പനി, കുളിര്, വിറയൽ, ഛർദിൽ, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ വരും. ഇത് അങ്ങനെ വരുമ്പോൾ ഓർത്തോണം, പനിയും കുളിരും വിറയലും വരുമ്പോൾ ഓർത്തോണം നമ്മുടെ ഇൻഫെക്ഷൻ കിഡ്നിയിലോട്ട് ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റേജ് വരുന്നതിന് മുമ്പേ അത് ട്രീറ്റ് ചെയ്തോണം. ഇതൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ. അടുത്ത സ്റ്റേജിൽ വരുന്നത് ഇതിൻ്റെ കോംപ്ലിക്കേഷൻസാണ്. ഇൻഫെക്ഷൻ നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യുക, ട്രീറ്റ് ചെയ്യാതിരിക്കുക. പിന്നെ കോംപ്ലിക്കേഷൻ വരുമ്പോഴത്തേക്ക് പിന്നെ മൂത്രത്തിൽ ചോര വരാൻ തുടങ്ങും, ചിലപ്പോൾ മൂത്ര തടസ്സം വരുമായിരിക്കും. അതും കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് കിഡ്നിയെ അഫക്റ്റ് ചെയ്താൽ കിഡ്നിയുടെ പ്രവർത്തനം കുറയും. അങ്ങനെ ക്രിയാറ്റിൻ കൂടും, പിന്നെ ഡയാലിസിസ്, ആ ഒരു സ്റ്റേജിലോട്ട് പോകും. അതെല്ലാം അതിൻ്റെ കോംപ്ലിക്കേഷൻസാണ്. സ്റ്റോൺ ഉണ്ടാകാം, പല പ്രാവശ്യം ഇൻഫെക്ഷൻ വന്ന സ്റ്റോൺ വരാം. അപ്പോൾ ഈ ആദ്യത്തെ ലക്ഷണങ്ങൾ തന്നെ നമ്മൾ കണ്ട് പിടിച്ചത് മനസ്സിലാക്കി വെക്കുകയാണെങ്കിൽ ചെറിയൊരു മരുന്ന് കൊണ്ട് ചിലപ്പോൾ അത് ട്രീറ്റ് ചെയ്താൽ മാറും. പക്ഷേ ആ കൂട്ടത്തിൽ തന്നെ ഈ ട്രീറ്റ് ചെയ്യുമ്പോൾ തന്നെ ഇതുണ്ടാകുന്നതിൻ്റെ കാരണം എന്താണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. കൾച്ചർ ചെയ്ത് നോക്കും, ചിലപ്പോൾ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്ത് നോക്കും, അല്ലെങ്കിൽ കൂടുതൽ ടെസ്റ്റുകളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ചെയ്ത് നോക്കും. എയർലി ഡിറ്റക്ഷൻ എന്ന് പറയുന്നത് ട്രീറ്റ്മെൻറ്റ് വളരെ ഈസിയാണ്. കോംപ്ലിക്കേഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ആ കോംപ്ലിക്കേഷനൂടെ നമ്മൾ ട്രീറ്റ് ചെയ്യണം. അതാണ് അതിന് വ്യത്യാസം. അപ്പോൾ തീർത്തും സാധാരണമായ ഒരു അസുഖമാണ്, എല്ലാവർക്കും വരാൻ സാധ്യതയുള്ള തീർത്തും സാധാരണമായ ഒരു അസുഖമാണ് യൂറിനറി ഇൻഫെക്ഷൻ. പക്ഷേ അത് അത്ര നിസ്സാരവൽക്കരിച്ച് കാണേണ്ട ഒന്നല്ല. അതിന് കൃത്യമായി അതിനെ അഡ്രസ്സ് ചെയ്തില്ലെങ്കിൽ അത് കോംപ്ലിക്കേഷൻസിലേക്ക് പോകും, അത് വലിയ പ്രശ്നങ്ങളിലേക്ക് എത്തിക്കും. അപ്പോൾ ഇത്തരമൊരു സാഹചര്യം ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഒരു ഡോക്ടറെ കാണുക. മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. നന്ദി, നമസ്കാരം.